ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ടുള്ള ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ ഉണ്ടാക്കുന്ന അൾട്രാവെൽ എന്ന കമ്പനിയെക്കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല. ഇപ്പോൾ സൂപ്പർ കാറുകൾ അല്ലെങ്കിൽ ഹൈപ്പർ കാറുകളൊക്കെ ഇലക്ട്രിക്കിലേക്ക് മാറുമ്പോഴും സൂപ്പർ ബൈക്കുകൾ അല്ലെങ്കിൽ ഹൈപ്പർ ബൈക്കുകളൊക്കെ തന്നെയും ഇലക്ട്രിക്കായിട്ട് നമ്മൾ അധികം കാണാതെ എനിക്ക് തോന്നുന്നു. ആ ഒരു എന്തൂസിയാസ്റ്റുകളുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് സൗണ്ടും ഗിയർ ഷിഫ്റ്റുകളും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണ്ട. പക്ഷേ ഒരു കമ്പ്യൂട്ടർ ബൈക്കിന് ഒരു ഇത്തിരി കൂടി ഒരു ഫണ്ണ് കിട്ടിയാൽ എന്തായിരിക്കും ആ ഒരു ഗുണം എന്നുള്ള കാര്യം നമ്മൾ F77 കണ്ടു. അതായത് ഒരു ഇത്തിരി സ്പോർട്ടി പൊസിഷനുള്ള ഒന്നുകൂടി ആ ഒരു അഗ്രസീവായിട്ട് ഓടിക്കാവുന്ന ഒരു വണ്ടിയാണ് F77. അതിൻ്റെ ഒരു സ്ട്രീറ്റ് മോഡൽ കൂടി വേണമെന്ന് എപ്പോഴും തോന്നിയിട്ടുണ്ട്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഹാൻഡിൽ ഒത്തിരി കൂടി പൊങ്ങിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നുള്ളത്. ആ ഒരു തോന്നൽ അൾട്രാവയലിനുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരൊരു പുതിയ വണ്ടി ഇറക്കിയേക്കാണ്. അതിൻ്റെ പേര് സൂപ്പർ സ്ട്രീറ്റ് എന്നാണ്. F77 സൂപ്പർ സ്ട്രീറ്റ്. 2,99,000 രൂപയിൽ ആ ഒരു പ്രൈസ് ആരംഭിക്കുന്ന ഈ ഒരു വണ്ടിക്ക് 2 ബാറ്ററി പാക്ക് ഉണ്ട്. കൂടിയ ആ ഒരു ബാറ്ററി പാക്ക് 10.1 kWh ബാറ്ററി പാക്കുള്ള ഒരു മോഡലിന് 323 കിലോമീറ്ററാണ് ഒറ്റ ചാർജിൽ റേഞ്ച് എന്നുള്ളതാണ്. അപ്പോൾ ഈ വണ്ടി എന്ന് പറയുന്നത് ഒറ്റ മോഡലിൽ F77 കാര്യമായിട്ട് വ്യത്യാസങ്ങളില്ല. എന്നാൽ അത്യാവശ്യ വ്യത്യാസങ്ങളുണ്ട് താനും. അപ്പോൾ ആ ഒരു വ്യത്യാസങ്ങളും ഈ ഒരു വണ്ടിയുടെ ഒരു കാര്യമൊക്കെ തന്നെ പറയാം. വണ്ടി പ്രാന്തൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ F77 ആണെങ്കിലും മാക് 2 ആണെങ്കിലും എല്ലാം ഓടിച്ചിട്ടുണ്ട്. അതിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. കൊച്ചിയിലൊക്കെ ഷോറൂമുകളൊക്കെ വന്നു തുടങ്ങി, റോഡിൽ വണ്ടികൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇലക്ട്രിക് വണ്ടി എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഒരു ബൈക്കിന് പകരം ഇലക്ട്രിക് ബൈക്ക് എടുക്കുക എന്നുള്ളത് ലാഭത്തിൻ്റെ കാര്യം പറയാം. പക്ഷേ അതിൻ്റെ കൂടെ കുറച്ച് ഫണ്ടും കൂടി വേണമെന്നുള്ള ആളുകളാണ് കുറച്ചും കൂടി കൂടിയ CC വണ്ടികൾ എടുക്കുക. അപ്പോൾ 200 CC എബോയുള്ള വണ്ടികളൊക്കെ എടുക്കുക. അവർക്ക് കൂടി വാങ്ങാവുന്ന തരത്തിലേക്കാണോ F77 കാര്യം എന്നുള്ളത് നമുക്ക് നോക്കണം. പിന്നെ ഇതിൻ്റെ ഒരു ഫൺ ഓറിയൻ്റ് ആയിട്ടുള്ള 7.7 സെക്കൻഡിൽ 100 എത്തുന്ന ആ ഒരു ഫൺ ഓറിയൻ്റ് ആയിട്ടുള്ള റൈഡിൻ്റെ ഒരു കാര്യം കൂടി നോക്കണം. അതൊക്കെ ഇന്നത്തെ ഒരു വീഡിയോയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്ക് വണ്ടി എടുത്ത് റോട്ടിലേക്ക് ഓടിക്കാം. ആദ്യം വണ്ടി നടന്ന് കാണിക്കാം. നടന്ന് കാണിച്ചിട്ട് ആ ചേഞ്ചുകൾ, ആ മാറ്റങ്ങൾ ലളിതമായിട്ട് പറഞ്ഞിട്ട് വണ്ടി റോട്ടിലേക്ക് എടുത്തിട്ട് ഓടിക്കാം. F77 സൂപ്പർ സ്ട്രീറ്റിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഫ്രണ്ടിലാണ് അല്ലെങ്കിൽ മുൻവശത്താണെന്ന് കാണാം. ഹെഡ് ലാമ്പൊക്കെ ഏറെക്കുറെ സെയിം ആണ്. ഇവിടെ ആ ഒരു ഉയർത്തി വെച്ച ഫോർക്കിൽ ഉയർത്തി വെച്ച ഹാൻഡിൽ ബാറാണ് പ്രധാനമായ വ്യത്യാസം. ഏറെക്കുറെ 80 മില്ലിമീറ്ററോളം ആ ഒരു ഉയരം കൂട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ആ ഒരു റൈഡിങ് പോസ്റ്ററിന് വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ ഒരു വിൻഡ് ഡിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട്. അത് കാറ്റും അല്ലെങ്കിൽ എയറോഡൈനാമിക്സിന് വേണ്ടി ചെയ്യുന്ന കാര്യമായിട്ടാണ് പറയുന്നത്. അതും ഒരു കൂടിയ മാറ്റമായിട്ട് കാണാം. ഇനി ഹാൻഡിൽ ബാറിന് 30 മില്ലിമീറ്ററോളം നീള കൂടുതലുമുണ്ട്. അപ്പോൾ സിറ്റി യൂസിന് അല്ലെങ്കിൽ സ്ട്രീറ്റ് യൂസിന് പ്രധാനമായും ഉദ്ദേശിച്ചിട്ടുള്ള ഈ ഒരു വണ്ടിക്ക് 2.99 ലക്ഷം രൂപയാണ് വില. അപ്പോൾ 211 കിലോമീറ്റർ റേഞ്ച് കിട്ടുന്ന 7.1 kWh ബാറ്ററി ഉള്ള ആ ഒരു മോഡലാണ് ആ വില എന്ന് പറയുന്നതാണ്. ഞാൻ അൾട്രാവയലറ്റ് ഓടിക്കുന്നത് ആദ്യമായിട്ടല്ല. അൾട്രാവയലറ്റിൻ്റെ F77 വന്നപ്പോൾ നമ്മൾ ഓടിച്ചിട്ടുണ്ട്. കൂടാതെ മാക് 2 വന്നപ്പോൾ ഓടിച്ചു. അപ്പോൾ ഈ 2 വണ്ടികളും ഓടിച്ചപ്പോൾ എനിക്ക് ആദ്യം വണ്ടി ഓടിച്ചപ്പോൾ തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് ഇത് വല്ലാത്തൊരു വണ്ടിയാണല്ലോ തോന്നി. അതായത് ഞാൻ ശരിക്കും എക്സാജറേറ്റ് ചെയ്തു. ഡ്യൂക്ക് 390 ഫാസ്റ്റ് ആണെന്നൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷേ കണക്ക് നോക്കിയപ്പോൾ അങ്ങനെയല്ല, അതിനകത്ത് വ്യത്യാസങ്ങളുണ്ടായിരുന്നു. പിന്നെ മാക് 2 വന്നപ്പോൾ വണ്ടി കുറച്ചും കൂടി ഒന്ന് ആ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയി, കുറച്ചും കൂടി ഫീച്ചേഴ്സ് കൂടി, കുറച്ചും കൂടി നല്ലൊരു വണ്ടിയായിട്ട് F77 മാറി. F77 തന്നെ നല്ല വണ്ടിയായിരുന്നു. ഇപ്പോൾ ഒരു ഫാസ്റ്റസ്റ്റ് ഇഞ്ചിൻ എന്ന് പറയുന്ന ഒരു ടാഗിന് വേണ്ടിയിട്ട് F99 ഏറ്റവും കൂടുതൽ സ്പീഡിലൊക്കെ ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ പൾസർ 220 കിട്ടിയ ആ ഒരു ഫാസ്റ്റസ്റ്റ് ഇഞ്ചിൻ എന്നുള്ള ടാഗ് ഇപ്പോൾ ഇവരെടുത്തു, അല്ലെങ്കിൽ ഇവരത് ക്ലെയിം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ വണ്ടി എന്ന് പറയുന്നത് ഇതിൻ്റെ സൂപ്പർ സ്ട്രീറ്റ് എന്ന് പറഞ്ഞ മോഡൽ F77. ഇത് ഓടിക്കുമ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് ഹാൻഡിൽ വന്ന മാറ്റങ്ങൾ ശരിക്കും ഈ വണ്ടിയെ ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ട്. ഒന്നുകിൽ ഹാൻഡിൽ വന്ന മാറ്റം മാത്രമേ ഉള്ളൂ എന്ന് ലളിതമായിട്ട് പറയാം. പക്ഷേ മാറ്റങ്ങൾ വരുത്തിയ ട്രാൻസ്ഫോർമേഷനിലേക്ക് ഫോക്കസ് ചെയ്യാം. സത്യത്തിൽ ഈ വണ്ടി ഓടിക്കാനുള്ള ആ ഒരു ഫീലൊക്കെ F77 തന്നെയാണ്. പക്ഷേ ഉയർന്നിരിക്കുന്നതുകൊണ്ട് ആ ഒരു 80 മില്ലിമീറ്റർ ഉയർന്നിരിക്കുന്ന ഹാൻഡിൽ പിടിച്ച് ഓടിക്കുമ്പോൾ ഒരു ഇത്തിരി കൂടി നമുക്കൊരു കംഫർട്ട് ലെവൽ കൂടിയിട്ടുണ്ട്. ഒരു ലോങ് ടൂർ എന്ന നിലയ്ക്കോ, ഒരു സിറ്റി അല്ലെങ്കിൽ സ്ട്രീറ്റ് ആ ഒരു സ്ഥലത്തൊക്കെ ഓടിക്കാവുന്ന വണ്ടി എന്ന നിലയ്ക്കോ ഈ ഒരു 80 മില്ലിമീറ്ററിൻ്റെ ഉയരം തീർത്തും സഹായകമായിട്ടുണ്ട് എന്ന് തന്നെ പറയാം. പിന്നെ 30 മില്ലിമീറ്ററോളം നീളം കൂടിയത് ഒന്ന് ഫ്ലിക്കൊക്കെ ചെയ്യുമ്പോഴൊക്കെ ശരിക്കും എളുപ്പമായിട്ട് തോന്നി. ഹാൻഡ്ലിങ്ങിൻ്റെ ഭാഗത്ത് നല്ല മാറ്റങ്ങളുണ്ട്, ബിഹേവിയറിൽ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ സ്പോർട്ടി അല്ല, കംഫർട്ടബിൾ ആണ് എന്നുള്ളതാണ്. ഇപ്പോൾ സ്പോർട്ടി വേണമെങ്കിൽ F77 ഉണ്ട്, അതിനകത്ത് ഓടിക്കുന്ന ഒരു ഫീൽ അല്ല ഈ ഒരു സൂപ്പർ സ്ട്രീറ്റിൽ. ഇത് നമ്മളൊരിടത്തിൽ ഉയർന്ന് ഒരു അപ്രൈറ്റ് പോസ്റ്ററിൽ ഇരുന്ന് വൈഡ് ഹാൻഡിൽ പിടിച്ചിട്ട് കംഫർട്ടബിൾ ആയിട്ട് ക്രൂസ് ചെയ്ത് പോവാണ്. അപ്പോൾ ശരിക്കും ഒരു സാധാരണ ബൈക്കിനെ റിപ്ലേസ് ചെയ്യാൻ ഈ ഒരു വണ്ടിയെ കൊണ്ട് പറ്റുമെന്നുള്ള ചോദ്യമുണ്ട്. ഒരു സൂപ്പർ ബൈക്ക് ഒന്നും പറയാൻ പറ്റില്ല. അതായത് ഹൈപ്പർ ബൈക്കിൻ്റെ അല്ലെങ്കിൽ സൂപ്പർ ബൈക്കിൻ്റെ ഗണത്തിലേക്കുള്ള ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു സ്വഭാവമൊന്നും അൾട്രാവയലറ്റ് വണ്ടികൾക്കില്ല. അതായത് ഡ്യൂക്ക് 390 ഒരു പക്ഷേ ഇതിനേക്കാളും ഫാസ്റ്റ് ആയിരിക്കും. അതുപോലെ R3ക്ക് ഇപ്പോൾ ഇതിനേക്കാളും കുറച്ചുകൂടി വില കൂടുതലുള്ളൂ. അതായത് 3.5 ലക്ഷം രൂപയാണ് R3യുടെ ഒരു വില കുറച്ചപ്പോൾ വന്നിട്ടുള്ള വില എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ ടെംപ്റ്റിംഗ് ആണ്. അപ്പോൾ ഈ വണ്ടി എന്ന് പറയുന്നത് 2.99 എന്ന് പറയുന്നത് 211 കിലോമീറ്റർ റേഞ്ചുള്ള വണ്ടിക്കാണ്. 7.1 kWh ബാറ്ററിയുള്ള വണ്ടിക്ക് പവറൊക്കെ സെയിം ആണ്. ടോർക്ക് എന്ന് പറയുന്നത് അതിൻ്റെ ഹൈലൈറ്റ് 100 ന്യൂട്ടൺ മീറ്റർ മോട്ടറിൽ ടോർക്കുള്ള വണ്ടിക്ക് അവർ പറയുന്നത് 500 ന്യൂട്ടൺ മീറ്റർ ഒക്കെ വീലിലേക്ക് വരുന്ന. ഓക്കെ, ഓടിക്കുമ്പോൾ നമുക്ക് ടോർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഒരു തമാശക്ക് പറഞ്ഞാൽ സ്മോക്ക് ചെയ്യാനൊക്കെ എളുപ്പമായിട്ടുള്ള വണ്ടിയാണ്. വെറുതെ ബ്രേക്ക് പിടിച്ച് സ്മോക്ക്, ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്തിട്ട് ആ ഒരു തിരിച്ചാൽ സ്മോക്ക് ആവുന്ന ഈസി ആയിട്ടാണ്.
നമ്മൾ ചെയ്യാറില്ല. നമ്മളൊരു പൊതുവെയുള്ള വണ്ടിയുടെ ഒരു സ്വഭാവത്തിനെ കുറിച്ച് പറഞ്ഞതാണ്. അപ്പോൾ ഇവർ ഈ വണ്ടിയുടെ ആ ഒരു പവറും അല്ലെങ്കിൽ ടോർക്കിൻ്റെയും കൂടെ റീജനറേഷൻ എന്ന് പറയുന്ന കാര്യത്തിലേക്ക് ഭയങ്കരമായിട്ട് കേന്ദ്രീകരിച്ചിട്ടുണ്ട് ശ്രദ്ധ. 9, അതായത് 0 to 9 എന്ന് പറയുന്ന 10 തരം റീജനറേഷൻ ഉണ്ട്. ഞാൻ എല്ലാ റീജനറേഷനും ഇട്ട് നോക്കി. അപ്പോൾ എനിക്ക് ആ ഒരു സംഭവം മനസ്സിലായത് 9 എന്നുള്ള സെറ്റിങ്സിൽ വണ്ടി ഏറെക്കുറെ നമ്മൾ ഫസ്റ്റ് ഗിയർ ഇട്ട് നിർത്തുന്ന ആ ഒരു ബ്രേക്കിങ്ങിൻ്റെ ഒരു എഫക്റ്റീവ്നെസ് ഉണ്ട്. നല്ലതാണത്, ഓക്കെ, അടിപൊളിയാണെന്ന് പറയാം. ആ ഒരു വാക്കിനെ അങ്ങനെ വിളിക്കാൻ പറ്റുന്ന റീജൻ എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ അവർ ചെയ്തിട്ടുള്ള TCS ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റം, അതല്ലെങ്കിൽ ESP ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാമുള്ള കാര്യങ്ങളൊക്കെ തീർത്തും ഈ വണ്ടിയെ ഒന്നുകൂടി, അതായത് നമുക്ക് തെന്നാതെ അല്ലെങ്കിൽ ആ ഒരു വണ്ടിയുടെ ഒരു സ്റ്റെബിലിറ്റി നഷ്ടപ്പെടാതെ വണ്ടി നിർത്തുന്ന ഒരു കാര്യത്തിലേക്ക് അത് മാറുന്നുണ്ട്. ഇവർ ഇൻഹൗസ് ആയിട്ടാണ് അതൊക്കെ ചെയ്തെടുത്താൽ പറയുന്നത്. മേ ബി ആ ഒരു കാര്യങ്ങളൊക്കെ ഈ വണ്ടിയെ ഒന്നുകൂടി മികവുറ്റതാക്കി എന്നുള്ളതാണ്. ഓക്കെ, ഇതൊക്കെ F77 Mark 2 ഉണ്ട്. എന്നാലും ആ ഒരു ഹാൻഡ്ലിംഗ് പോസ്റ്റർ ഉയർന്നപ്പോഴേ ഓടിക്കാൻ നല്ല രസമായിട്ടോ. ഒരു സാധാരണ ബൈക്കിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മളൊരു ബൈക്ക് മേടിക്കുന്നു, ഉദാഹരണം ഒരു 200 above cc പൾസറിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വണ്ടി, ആ വണ്ടി റീപ്ലേസ് ചെയ്യാൻ ഈ വണ്ടി പറ്റുമോ? എന്താണ് അതിൻ്റെ ഗുണം? ഞാൻ പറയുന്നത് പറ്റുന്ന. ഇപ്പോൾ 30 കിലോമീറ്റർ വൺ സൈഡുള്ള ഒരു ഡെയിലി കമ്മ്യൂട്ടർ 60 കിലോമീറ്റർ ഡെയിലി ഓടിക്കണം. ഇതിന് 212 കിലോമീറ്റർ ഒരു വണ്ടിയെക്കുറിച്ച് പറയുന്നത്. വാല്യൂ ഫോർ മണി നമ്മൾ കാര്യമായിട്ട് സംസാരിക്കണം. 323 എന്ന് പറയുന്നത് കൂടിയ വണ്ടിക്ക് ഇനിയും വില കൂടും. ഓക്കെ, അപ്പോൾ ഈ ഒരു 212 കിലോമീറ്റർ കിട്ടുന്ന വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് 30 കിലോമീറ്റർ പ്ലസ് 60 കിലോമീറ്റർ പോകാൻ. അപ്പോൾ 2 ദിവസം പോകാൻ ഒരിക്കൽ ചാർജ് ചെയ്താൽ മതി. 10 കിലോവാട്ട് അവർ എന്ന് പറയുമ്പോൾ 10 കിലോവാട്ട് അവർ ഞാൻ പറഞ്ഞത് സംസാരം 7 കിലോവാട്ട് അവറിനെ കുറിച്ചാണ്. അപ്പോൾ 7 കിലോവാട്ട് എന്ന് പറയുമ്പോൾ 421 210 രൂപയ്ക്ക് നമുക്ക് ചാർജ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ 210 അല്ല 21 രൂപയ്ക്ക് ചാർജ് ചെയ്യാന്ന് വെച്ചു. കാരണം 4 രൂപയല്ലേ ഉള്ളൂ. അപ്പോൾ 21 രൂപയ്ക്ക് ചാർജ് ചെയ്ത് യാത്ര ചെയ്യുമ്പോൾ 30-60 കിലോമീറ്റർ പോകാൻ 1 ലിറ്റർ പെട്രോൾ മതിയെങ്കിൽ കൂടി എനിക്ക് തോന്നുന്നു 100 രൂപ 110 രൂപ പെട്രോളിന് 110 എന്നാലും ആ ഒരു കണക്ക് വെച്ചോ 28 രൂപ എന്നപ്പോൾ എനിക്ക് തോന്നുന്നു 75 രൂപ പെർ ഡേ ലാഭമുണ്ട്. അപ്പോൾ 10 ദിവസം കൊണ്ട് 780 അങ്ങനെ നോക്കിയാൽ ഏറെക്കുറെ 1000 രൂപ 1500 രൂപ ഉള്ളിൽ പെർ മന്ത് നമുക്ക് ലാഭം കിട്ടുമെന്നുള്ളതാണ്. കണക്കൂട്ടി ചിലപ്പോൾ അങ്ങോട്ടൊന്നും മാരാക്കാൻ നിങ്ങളൊന്ന് കണക്കൂട്ടി നോക്കുക. ഞാൻ പൊതുവെ പറഞ്ഞാൽ 2 ദിവസത്തിലൊരിക്കൽ ചാർജ് ചെയ്താൽ മതി. നല്ല പറന്ന് ഓടിക്കും. ഞാൻ 215 കിലോമീറ്റർ പ്രതീക്ഷിക്കുന്നില്ല. 120. അപ്പോൾ നമുക്ക് കൈ കൊടുത്ത് പോകാം. അങ്ങനെ പോകുമ്പോൾ വണ്ടി നല്ല ഫാസ്റ്റിൽ ഓടിക്കാം, വേഗം എത്താം. ഗിയറില്ല, സിഗ്നലുകൾ നമുക്ക് വെച്ച് താങ്ങണ്ട, ബുദ്ധിമുട്ടുകളില്ല. നല്ല റൈഡിംഗ് പോസ്റ്റാണ്. അത്യാവശ്യം നല്ല ആ ഒരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലുണ്ട്. ഹാൻഡ്ലിംഗ് മികവാണ്. നമുക്കൊന്നുകൂടി കൈ കൊടുത്ത് ഓടിക്കാൻ പറ്റുന്നുണ്ട്. വൈഡാണ്, ക്ഷീണമില്ല. അപ്പോൾ ട്രാഫിക്കിലാണെങ്കിലും എടുത്തെടുത്ത് പോകാൻ പറ്റും, വലിയ കുഴപ്പമില്ല. അപ്പോൾ എല്ലാം കൂടി ചേരുമ്പോൾ ഒരു സാധാരണ ബൈക്കിനെ റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റിയ ഒരു വണ്ടിയെന്ന് ഞാൻ ഈ ഒരു അൾട്രാ വയലറ്റിൻ്റെ F77 പറയും. ഇപ്പോൾ ഈത്തർ റിറ്റ്സ പോലുള്ള വണ്ടികൾക്ക് 175 180 കണ്ട് വില ഓൺ റോഡ് പ്രൈസ്. ഇത് ഈ ഒരു 212 കിലോമീറ്റർ കിട്ടുന്ന മോഡലിന് 3.5 ലക്ഷം രൂപ കൂടി പോകും. അപ്പോഴാണെങ്കിലും ഇത്രയും കാശ് വെച്ച് ലാഭം വെച്ച് ഡെയിലി ഓടുന്ന ആൾക്ക് സ്കൂട്ടർ ഓടിക്കുന്നതിനും കംഫർട്ടായിട്ട് ഒരു ബൈക്ക് ഓടിച്ച് കൊണ്ടുപോകാം എന്നുള്ളത് തന്നെയാണ് അൾട്രാ വയലറ്റിൻ്റെ F77 ഒരു ഗുണം. അതിപ്പോൾ ഈ ഒരു സൂപ്പർ സ്ട്രീറ്റ് ആയപ്പോൾ ഹാൻഡിൽ പോസ്റ്റർ മാറിയപ്പോൾ ഒന്നുകൂടി എളുപ്പമായി, ഒന്നുകൂടി സുഖമായി, ഒന്നുകൂടി ഓടിക്കാൻ രസമായി എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഇവരെ UV ലിങ്ക് ഇറക്കിയുണ്ട്. ഇപ്പോൾ ഫ്ലാറ്റ് ആണെങ്കിലും റെൻ്റൽ ഹൗസ് ആണെങ്കിലും സ്വന്തം വീട്ടിൽ ചാർജിങ് ഇല്ലെങ്കിലും എല്ലാം നമുക്ക് പുറത്ത് ചാർജ് ചെയ്യാം. ഞാൻ പറയുന്നത് റിസീവിംഗ് കപ്പാസിറ്റി ഗുണങ്ങളൊന്നും പറയുന്നില്ല. കാരണം റിസീവിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നതൊക്കെ ഓരോ വണ്ടിക്ക് അനുസരിച്ചിരിക്കും. ഇപ്പോൾ 7 കിലോവാട്ട് അവറിൽ ഈ ഒരു വണ്ടി ചാർജ് ചെയ്യാൻ 2 മണിക്കൂർ വേണ്ടി വരും. UV ലിങ്ക് ആണെങ്കിലും അതല്ല നിങ്ങൾ വീട്ടിൽ ചാർജ് ചെയ്യണമെങ്കിലും. പക്ഷേ ഇത്രയും ചാർജിങ് സ്റ്റേഷനുകൾ ആക്സസ് ചെയ്യാൻ ഓപ്ഷൻ ഇവർ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ ഹൈലൈറ്റ്. അത് ഗുണമാണ്, തീർച്ചയായും നല്ല ഗുണമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു UV ലിങ്ക് വെച്ചിട്ട് അൾട്രാ വയലറ്റ് തന്നെ വേണമെന്നില്ല, ഏത് വണ്ടി വേണമെങ്കിൽ വാങ്ങിയിട്ട് ചെയ്യാം. ആ ഒരു കാര്യമുണ്ട്. അപ്പോൾ ഒരു കമ്പ്യൂട്ടർക്ക് ഞാൻ പറയുന്നത് സൂപ്പർ ബൈക്കിന് പകരം വെക്കാനല്ല, അല്ലെങ്കിൽ ഒരു ഫൺ ഓറിയൻറ്റഡ് ബൈക്ക് ആണെന്നല്ല. പക്ഷേ ഒരു വണ്ടി വാങ്ങുന്ന ആൾക്ക്, ഒരു സ്കൂട്ടർ വാങ്ങുന്ന ആൾക്ക് ഒരു ഇത്തിരി കൂടി സുഖമായിട്ട് ഓടിക്കാൻ, ഒരു ഫാസ്റ്റായിട്ട് കമ്മ്യൂട്ട് ചെയ്യാൻ, ഇത്തിരി കൂടി ഒരു ഫൺ ഓറിയൻറ്റഡ് ഡ്രൈവ് ചെയ്യാനായിട്ട് മികവുറ്റ ഒരു വണ്ടി എന്ന നിലയ്ക്ക് നമുക്ക് ഈ ഒരു അൾട്രാ വയലറ്റിൻ്റെ F77 കാണാം. സൂപ്പർ സ്ട്രീറ്റ് എന്ന മോഡൽ വന്നപ്പോൾ ആ ഒരു കംഫർട്ടബിൾ ആയിട്ട് ഓടിക്കുന്നതാണ്. പിന്നെ ബ്രേക്ക് കാലിലാണ് അറിയാലോ. അതുപോലെ ഹാൻഡിലിൻ്റെ ഒരു വൈഡർ പോസ്റ്റ് നല്ലതാണ്. സ്പീഡിൽ ഓടിക്കുമ്പോൾ കാറ്റ് പിടിക്കുന്നില്ല. ആ വയസ്സിന് അത്യാവശ്യം നല്ല ഒരു കാറ്റ് തള്ളിക്കളയാനുള്ള ഒരു ഫീൽ ഉണ്ട്. അത്യാവശ്യം ഫാസ്റ്റാണ്. ഞാൻ നല്ല ഫാസ്റ്റായിട്ട് ഓടിച്ചു. 7.7 ആണ് 100 പറഞ്ഞത്. 100 നമ്മൾ നോക്കണ്ട. എന്നാലും വേഗം ആ ഒരു ട്രാഫിക്കിൽ നമുക്ക് ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്ത് ഓടിച്ചു പോകാൻ പറ്റിയൊരു നിലയ്ക്ക് ഈ വണ്ടി മാറിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ വണ്ടി അങ്ങനെ തന്നെയാണ്. പക്ഷേ ഹാൻഡിൽ പോസ്റ്റ് മാറിയപ്പോൾ കംഫർട്ടബിളായിട്ട് നമുക്കൊന്ന് ഓടിച്ചുകൊണ്ട് പോകാമെന്ന നിലയ്ക്കാണ് വണ്ടിയുടെ കാര്യം. ഇതിൻ്റെ സസ്പെൻഷൻ്റെ ബാക്കിലെ ആ ഒരു സസ്പെൻഷൻ കുറച്ച് ഹാർഡായിട്ട് ഫീൽ ചെയ്തു. എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു ബൗണ്ടിങ് എന്നല്ലെങ്കിൽ ആ ഒരു കാര്യം കുറച്ച് ടൈറ്റാക്കി വെച്ചിട്ടാണ്. അത് ലൂസാക്കി കഴിഞ്ഞാൽ സോഫ്റ്റ് ആകുമായിരിക്കും. ഞാൻ ലൂസാക്കി നോക്കില്ല. മുന്നിൽ അപ്സൈഡ് ഡൗൺ ഫോർക്കാണ്. ആ ഫോർക്കുകൾക്ക് അല്ലെങ്കിൽ ആ ഒരു വൈഡർ ഹാൻഡിൽ ബാറിൻ്റെയും ഒരു വൈഡർ ഫോർക്കിൻ്റെയും ഗുണം വണ്ടി ഓടിക്കുമ്പോൾ കാണും. വലിയ വീലുകളാണ്. ആ വീലുകളിലെ ഒരു ഗ്രിപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇലക്ട്രിക് വീലുകൾ, ഇപ്പോൾ ആക്സറീസിൻ്റെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ആ ഒരു ഹാൻഡിൽ ബാറിൻ്റെ തുഞ്ചിട്ടുന്ന ലിവർ പ്രൊട്ടക്ടർ ആണെങ്കിലും അതല്ല വീൽ കപ്പുകളാണെങ്കിലും അങ്ങനെ കുറച്ചധികം ആക്സറീസ് വന്നിട്ടുണ്ട്. UV ലിങ്ക് 2099 രൂപയുള്ളൂ. അപ്പോൾ അത് വാങ്ങുന്നത് ഹൈലി റെക്കമെൻഡാണ്. പിന്നെ ഇതിനകത്തിരുന്ന് ഓടിക്കുമ്പോൾ ആ ഒരു ഇടതുവശത്ത് ക്ലച്ച് ഇല്ല എന്നുള്ള ഫീൽ നമുക്ക് ചെയ്യും. പക്ഷെ അത് ക്ലച്ച് ഇല്ലാത്തതാണ്. നമ്മൾ ആ ഒരു ഹാൻഡിൽ എടുത്ത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എഫേർട്ട്ലെസ് ആണല്ലോ. അപ്പോൾ ഈസിയാണ്, എന്തൂസിയാസ്റ്റിക് അല്ല,
ഫണ്ണാണ്, അത് ആ ഒരു പ്രാക്ടിക്കലാണ്, അങ്ങനെയാണ് അതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുക. ഇപ്പോൾ ഒരു എന്തൂസിയാസ്റ്റിന് പ്രിഫർ ചെയ്യുന്ന വണ്ടിയാണോ? അല്ല. റേസ് ചെയ്ത് വാങ്ങി ആക്സിലേറ്റർ കൊടുത്ത് സൗണ്ട് ഉണ്ടാക്കി ക്ലച്ചൊക്കെ പിടിച്ച് ഗിയർ മാറി ക്വിക്ക് ഷിഫ്റ്റർ ഉപയോഗിച്ച് ഷിഫ്റ്റ് അങ്ങനെ ഓക്കെ, അത് വേറൊരു തരം വണ്ടിയാണ്. ഇത് വേറൊരു തരം വണ്ടിയാണ്, ഫ്യൂച്ചറിസ്റ്റിക് ആണ്. അപ്പോൾ നിരത്തിൽ ഒരുപാട് വണ്ടികളുണ്ട്. ഇപ്പോൾ ലോക്കൽ ആയിട്ടുള്ള കുറേ അധികം അസംബിൾഡ് വണ്ടികളുണ്ട്. ഇപ്പോൾ നിഞ്ച പോലെ, R1 പോലെ, അല്ലെങ്കിൽ ഒരുപാട് വണ്ടികളുടെ ആ റിപ്ലിക്കുകൾ ഇലക്ട്രിക് ബൈക്കുകളായിട്ട് വരുന്നുണ്ട്. ഇതിനൊക്കെ തന്നെയും ഒരു റിലയബിലിറ്റിയുടെ പ്രശ്നം, അല്ലെങ്കിൽ ഇത് എത്ര ഓടും എത്ര റേഞ്ചിനൊന്നും അറിയാത്തൊരു പ്രശ്നമുണ്ട്. പക്ഷേ ഫ്രം ഗ്രൗണ്ട് ആ ഒരു റിസർച്ച് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള ഈ ഒരു അൾട്രാ വയലറ്റിൻ്റെ വണ്ടിക്ക് ഗുണം എന്ന് പറയുന്നത്, ഈ വണ്ടി എന്ന് പറയുന്നത് തീർത്തും ആ ഒരു മേക്ക് ഇൻ ഇന്ത്യ ആണെന്ന് മാത്രമല്ല, അതിൻ്റെ ഒരു റിലയബിൾ ഫാക്ടർ ഉണ്ട്. 8 ലക്ഷം കിലോമീറ്ററോളം ആ ഒരു വാറൻറ്റി ബാറ്ററിക്ക് ഉണ്ട്. ബാറ്ററി സെല്ലുകളുടെ പ്രൊട്ടക്ഷനെ കുറിച്ച് പറഞ്ഞു. വയലറ്റ് AI പോലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് വണ്ടികളുടെ ബിഹേവിയർ ആളുകൾ നോക്കുന്നുണ്ട്. പിന്നെ OTA പോലുള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെ ഒരു എല്ലാം തന്നെ വണ്ടി എന്നല്ല ഞാൻ പറയുന്നത്. ഒരു ഇലക്ട്രിക്കിലേക്ക് നമ്മളൊന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, കാറുകളിലേക്ക് പോകുന്ന പോലെ അല്ലെങ്കിൽ ബൈക്കുകളിൽ നിന്നും ഡെയിലി കമ്മ്യൂട്ടറുകളിൽ നിന്നും ഇലക്ട്രിക്കിലേക്ക് പോകുന്നുണ്ടെങ്കിൽ, അങ്ങനെ പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇതൊരു നല്ല ചോയ്സ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് F77 തോന്നിയിരുന്നു. കുറച്ച് വില കൂടുതലാണ്, അതിപ്പോഴും പറയുന്നു. പക്ഷേ എയ്ത്തർ റിക്സ പോലുള്ള ഇലക്ട്രിക് സ്കൂട്ടറുകളെ വെച്ച് നോക്കുമ്പോൾ ആ ഒരു വില ഒരു വലിയ ബൈക്കിന് അത്ര കൂടുതലാണോ? അത് നിങ്ങളാണ് പറയേണ്ടത്. എന്തായാലും എനിക്ക് ഈ വണ്ടി ഓടിച്ചിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് അത്യാവശ്യം ഫാസ്റ്റാണ്, അത്യാവശ്യം ആ ഒരു പ്രാക്ടിക്കലാണ്, ഒരു പരിധി വരെ ഫണ്ണുമാണ്. ഇലക്ട്രിക് ഫൺ എന്ന നിലയ്ക്ക് ആ ഒരു ഫണ്ണും എനിക്ക് ഫീൽ ചെയ്തെന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ടെസ്റ്റ് റൈഡ് എന്ന് പറയുന്നത് ഈ വണ്ടിക്ക് റെക്കമെൻഡഡ് ആണ്. നിങ്ങളൊരു ടെസ്റ്റ് റൈഡ് നോക്കിക്കോളൂ, ഈ വണ്ടി എങ്ങനെയുണ്ടെന്ന് പറയൂ. അപ്പോൾ എനിക്ക് ഈ വണ്ടിയുടെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ആ ഹാൻഡിൽ താഴെ ആയപ്പോൾ കമന്ന് കിടന്ന് ഓടിക്കുന്ന ഒരു ഫീൽ മുന്നത്തെ വണ്ടിക്ക് ഉണ്ടായിരുന്നു. അതായത് ഓക്കെ, നമ്മളെപ്പോഴും ട്രാക്കിലല്ല ഓടിക്കുന്നത്, റോട്ടിലാണ്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് വന്നപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഹാൻഡിൽ ബാറിൻ്റെ ഉയരം കൂട്ടിയപ്പോൾ ഇത് കംഫർട്ടബിളായി, അത് ഡെയിലി യൂസബിൾ ആയി എന്നുള്ളതാണ്. ഓക്കെ, എനിക്ക് എൻ്റെ ചോയ്സ് എന്ന് പറയുന്നത് സൂപ്പർ സ്ട്രീറ്റ് തന്നെയാണ്. അത്രേ ഉള്ളൂ. അടുത്ത വീണ്ടും വരാം. അതിലേക്ക് നന്ദി, നമസ്കാരം.